പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഫയർ ഇൻ്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിൻ്റെ ഒപ്പം പ്രിയപ്പെട്ട കർത്ത ദാസിമാരുടെ ഒപ്പം കർത്താവിനെ സ്തുതിക്കുവാൻ വലിയവനായ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ത്രോട്ടിന് കണ്ടമാനം ബുദ്ധിമുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ, ഇന്ന് പകലിൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പാട്ട് കേൾക്കാനല്ലല്ലോ, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ശബ്ദം അല്പം ഇടറിയാലും നിങ്ങൾ കർത്താവിനെ ശക്തമായി ആരാധിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ശക്തമായി സ്തുതിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ആമേൻ നമ്മൾ അനുഭവിച്ചറിയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം വിവിധ ടൈം സോണുകളിലാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അയർലൻഡിൽ ഏകദേശം 5:15 അടുക്കുന്നു, അമേരിക്കയിൽ മിഡ് നൈറ്റിനോട് അടുക്കുന്നു, ഇന്ത്യയിൽ കുറച്ചുകൂടെ നേരം വെളുത്തു. പ്രൈസ് ദി ലോർഡ്. വിവിധ ടൈം സോണുകളിൽ ആമേൻ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ആമേൻ ദാസി ആമേൻ പ്രൈസ് ദി ലോർഡ് മീറ്റിങ്ങിന് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ പ്രിയ അഭിഷിക്ത, അതുപോലെ പ്രാർത്ഥിച്ച് തുടങ്ങിയ കർത്താവിൻ്റെ ദാസൻ ഷീനു പാസ്റ്റർ, ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളെല്ലാം ആമേൻ എനിക്ക് ആമേൻ പരിചിതമാണ്, ആമേൻ പരിചിതമല്ലാത്തവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആൻറ്റി തുടക്കത്തിലേ പറഞ്ഞു ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ ദാസൻ ജാക്സനെ പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞു. ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്നെ പരിചയപ്പെടുത്തുന്നതിലുപരി ഇന്ന് രാത്രിയിൽ ഇന്ന് പകലിൽ ഈ ഷോപ്പിനെ ഉയർത്താൻ നമ്മൾ ഒരുമിച്ച് പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ചിത്രത്തിലേ ഇല്ല എന്നങ്ങ് വിചാരിക്കുക. നമ്മൾ ഇന്ന് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഉയർത്താൻ പോകുക. കാരണം എന്താണെന്നറിയാമോ? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ ആമേൻ പൗലോസ് ലീഹ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9-ാം വാക്യം മുതൽ താഴോട്ട് പറയുകയാണ്: Therefore God exalted him to the highest place and gave him the name that is above every name. രാത്രിയിൽ ഇന്ന് പകലിൽ ആമേൻ നമ്മൾ ആരാധിക്കുന്ന കർത്താവ് എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരിലും ഉന്നതനായ ഒരു കർത്താവ്, ആരിലും ശ്രേഷ്ഠനായ ഒരു കർത്താവ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ആരാധിക്കാൻ കിട്ടുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്താ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത? ഹി ഈസ് ഹൈയസ്റ്റ് ഓഫ് ഓൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ അധികാരങ്ങൾക്കും, എല്ലാ വാഴ്ചകൾക്കും, എല്ലാ നാമങ്ങൾക്കും മേലായ നാമമുള്ള നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാക്കന്മാർ പലർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്, നേതാക്കന്മാർ പലർ ഈ ഭൂമിയെ വാണിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചക്രവർത്തിമാർ, രാജ്യത്വങ്ങളൊക്കെ ഈ ഭൂമിയെ വാണിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത, അവന്റെ കിങ്ഡം എന്ന് പറയുന്നത് സാധാരണ രാജ്യത്വങ്ങളെ പോലെ ആമൻ ഒരിക്കൽ ഉയർന്നതും ആമൻ പിന്നെ മങ്ങിപ്പോയതുമല്ല. ആമൻ ഇന്നും ഉയർന്നവനായി, ഇന്നും തേജസ്സോടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. He is supreme. No one can be compared with him. Praise the Lord. Amen. Praise the Lord. ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക്, ഒരു ശക്തിക്ക് യാതൊന്നിനും അവനുമായി തുല്യം നിൽക്കാൻ കഴിയാത്തതുപോലെ ആമൻ ശക്തനായ, ആമൻ ഒതന്റിക്കായ, ആമൻ യുണീക്കായ ഒരു ദൈവത്തെയാണ് ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ ആ വിശ്വാസമുണ്ട്? ഇതിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ആമൻ ഹൃദയത്തിന്റെ അകത്ത് വിചാരിച്ചോണം, ആമൻ ആമൻ ജീവിതകാലം മുഴുവൻ നമ്മൾ പിന്തുടരുന്നത് കേവലം ഒരു പുരാണത്തിന്റെ കെട്ടുകഥയല്ല. ജീവിതകാലം നമ്മൾ മുഴുവൻ പിന്തുടരുന്നത് ആമൻ ഏതെങ്കിലും ഒരു ശക്തിയല്ല,
ജീവിതകാലം മുഴുവൻ നമ്മൾ പിന്തുടരുന്നത് ഏതെങ്കിലും ഒരു വിധിയല്ല. ഇന്ന് പകലിൽ നമ്മൾ പിന്തുടരുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ആരിലും ആരാധ്യനാണ്, അവൻ ആരിലും ആരാധ്യനാണ്. ഫിലിപ്പ് ലേഖനം 2:10 അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകങ്ങളുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആരിലും ശക്തനായവൻ, ആരിലും ഉന്നതനായവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാതെ ഇരിക്കുന്നവൻ. ഇന്ന് പകലിൽ തേജസ്സേറിയ ദൈവം ആദി രാവിലെ സമയം, ഈ രാത്രിയോടെടുക്കുന്ന സമയം, പ്രൈസ് ദി ലോർഡ്, അവൻ വിവിധ ടൈം സോണുകളിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ മുറിക്കകത്ത് ഇന്ന് പകലിൽ ഈ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah, hallelujah, hallelujah. We worship you, Lord. Hallelujah, hallelujah, hallelujah. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഉന്നതനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആമേൻ. യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആമേൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു, I baptize you with water for repentance, but after me comes who is more powerful than I, whose sandals I am, amen, praise the Lord, not worthy to carry. He will baptize you in Holy Spirit. Yes, in the pagalil പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ ശക്തനായൊരുവൻ ഇതിന്റെ അകത്ത് മൂവ് ചെയ്യുന്നുണ്ട്. ആമേൻ. അല്പസമയം ആമേൻ നിങ്ങളുടെ ഡിവൈസുകളെയൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാതെയോ അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താട്ട്. Do not hear my sound ഇന്ന് പകലിൽ യേശുവിനെ അല്പസമയം ഒന്ന് ഉയർത്തിയാട്ട്. യേശുവേ, Shamari Baraba, Madara Barigala Barikada Marigana Barikada Barigala Barikada Marigana Barikada Barigana, Madara Barigana Barikada Barigala Barikada Marigana Barikada Barigala Barikada, Madara Barigana Barikada Marigana Barigade, Ramsharegade, Artamanagashasiare. The one who is more powerful, praise the Lord. The one who can baptize you with Holy Spirit and fire. ആമേൻ. സാന്നിധ്യം ഇന്ന് പകലിൽ അനുഭവിക്കാൻ കഴിയുന്നവർ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താണ്. സമാരാധ്യനേ, ആരിലും ഉന്നതനായവനെ ആരാധിക്കുന്നു ഞാൻ നിന്നെയെന്നും. ആയുസ്സിൻ നാളുകളെല്ലാം ചേർന്ന് ആരാധിക്കാമോ? ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനെ ആരാധിക്കുന്നു ഞാൻ നിന്നെയെന്നും. ആയുസ്സിൻ നാളുകളെല്ലാം എന്റെ രോഗകിടക്കയാതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപ സംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗ കിടക്കയാതിൽ എന്റെ
സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ, ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നു ഞാൻ നിന്നെയെന്നും. ആയുസ്സിന്നാളുകളെല്ലാം ചേർന്നത് പകലിൽ ആ നാമത്തെ ഉയർത്താൻ കഴിയുന്നവർ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നു ഞാൻ നിന്നെയെന്നും. ആയുസ്സിന്നാളുകളെല്ലാം ഇന്ന് രാത്രിയിൽ വേദനയിൽ ആശ്വാസം പകരാൻ സ്വാതന്ത്ര്യമായി കൂടെയിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം. ഏത് മേഖലയിലാണോ കുഞ്ഞെന്നി തകർന്നിരിക്കുന്നത്, ഏത് മേഖലയിലാണോ കുഞ്ഞെന്നി നേറിയിരിക്കുന്നത്, ഏത് മേഖലയിലാണോ ഇതുവരെ കടന്നു പോകാത്ത അവസ്ഥയിൽ കൂടെ നീ കടന്നു പോകുന്നത്, അതിന്റെ അകത്തിറങ്ങി വരുന്ന സർവശക്തന്റെ ഒരു സാന്നിധ്യമുണ്ട്. ആമേൻ. ഉന്നതന്റെ ഒരു സാന്നിധ്യമുണ്ട്. യു ആർ നോട്ട് വർഷിപ്പിംഗ് ആമേൻ something or someone who has ended up in stories. Praise the Lord. ഏതെങ്കിലും പുരാണങ്ങളിലോ ഏതെങ്കിലും കെട്ടുകഥകളിലോ ആരെങ്കിലും പടച്ചുണ്ടാക്കിയ ആമേൻ ചരിത്രത്തിലോ മാത്രം ഒടുങ്ങിപ്പോയ ഒരു ദൈവത്തെയല്ല, ആമേൻ, ഒരു മിഥ്യാശക്തിയല്ല. ഇന്നും ജീവിക്കുന്ന ഒരു സർവശക്തൻ, ഇന്നും ജീവിക്കുന്ന ഒരു സർവശക്തൻ, ആമേൻ, ഇന്നും കരം പിടിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികളിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന സ്തെഫാനോസ് ആമേൻ ചുറ്റുപാടും കല്ലുകൾ എറിഞ്ഞ് ആമേൻ ശരീരം മുഴുവൻ മുറിവേറ്റുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ താൻ ഉയരത്തിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി. ആമേൻ, അവിടെ താൻ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ആമേൻ, ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന്റെ ദർശനം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ ഇതുവരെ കടന്നു പോകാത്ത വേദനകൾ, ഇതുവരെ കടന്നു പോകാത്ത സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ നീറുന്ന വിഷയങ്ങൾ കാണുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് പകൽ ഉയരത്തിൽ നിന്ന് നിന്റെ കരം പിടിക്കാൻ ആമേൻ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനം എന്നുമെന്നും. എന്റെ രക്ഷകനാമേശുവേ, എന്റെ സങ്കേതം നീ മാത്രമേ. എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും. എന്റെ രക്ഷകനാമേശുവേ, എന്റെ സങ്കേതം നീ മാത്രമേ. ആരാധ്യനേ, ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതൻ. ശബഭരിഭാരകനേ, ആരാധിക്കുന്നു ഞാൻ നിന്നെയെന്നും. ആയുസ്സിന്നാളുകൾ ആരാധ്യനേ, ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ. ഓ, ആരാധിക്കുന്നു ഞാൻ നിന്നെയെന്നും. ആയുസ്സിന്നാളുകളെല്ലാം എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖം
സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ശബരിപാരകതേ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ യേശു, എന്റെ സ്നേഹിതൻ. ഓ യേശു, എന്റെ പ്രാണപ്രിയൻ. യേശു, എന്റെ സ്നേഹിതൻ. ഓ യേശു, എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്തും യേശു മാത്രം. സുഖമുള്ള കാലം യേശു മാത്രം. ഏത് നേരത്തും കരം പിടിക്കാൻ കഴിയുന്ന ഒരു സർവശക്തി, ആരെല്ലാം മറന്നാലും മറക്കാത്ത ഒരുവൻ. വർഷം 1993 എന്റെ പിതാവ് 40 ദിവസത്തിലധികം ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ICUവിന്റെ അകത്ത് കിടക്കുക. ആരും കടന്നു പോകാത്ത, ഒരു വ്യക്തിയും കടന്നു പോകാത്ത ശോധനയ്ക്കകത്തൂടെ എന്റെ പിതാവ് കടന്നുപോയി. ICUവിന്റെ വെളിയിൽ കുഞ്ഞായ എന്നെയും കയ്യിലേന്തി എന്റെ അമ്മ. ആരും കൂടെയില്ലായിരുന്നു. സഹായത്തിനൊന്ന് കരം പിടിക്കാനോ, ഒന്ന് സഹായിക്കാനോ, ഒരു നല്ല വാക്ക് പറയാനോ, ഒന്ന് ആശ്വസിപ്പിക്കാനോ കൂടെ ആരുമില്ലായിരുന്നു. സമ്പത്തുണ്ടായിരുന്നപ്പോ, ജോലി ഉണ്ടായിരുന്നപ്പോ, പ്രതാപമുണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ എല്ലാവർക്കും ഭാരമായി എന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞിനെയും ഒരു പെണ്ണിനെയും ചുമക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് സകലരും കൈവിട്ട ഒരു സമയം, എല്ലാരും കൈവിട്ട ഒരു സമയം. കഴിഞ്ഞ ദിവസം എന്റെ അമ്മയോട് ഞാൻ ആ വിഷയങ്ങളെ പറ്റി, കടന്നുപോയ ശോധനകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ എന്റെ മമ്മി പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ ദിവസങ്ങളിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, ഈ ദിവസങ്ങൾ എന്നെ ഒരുപാട് ചലിപ്പിക്കുന്ന ഒരു വാക്കാ. മോനെ, കഷ്ടത്തിന്റെ അകത്തൂടെ പോയെന്ന് പറയല്ലേ, നഷ്ടത്തിന്റെ അകത്തൂടെ പോയെന്ന് പറയല്ലേ. യേശുവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹത്തിന്റെ കരം നമ്മളെ തേടി വന്നു.
രാത്രിയിൽ ഇന്ന് പകലിൽ കഷ്ടത്തിന്റെ അകത്തൂടെ, നഷ്ടത്തിന്റെ അകത്തൂടെ, ഒന്നുമില്ലായ്മയുടെ അവസ്ഥൂടെ ഇതുവരെ കടന്നു പോകാത്ത മേഖലകളെ ആമൻ ഇന്ന് പകലിൽ തരണം ചെയ്യുന്നെങ്കിൽ I can assure you one thing. I can assure you one thing. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും കരം പിടിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് പകലിൽ ദൈവമൈവലേ നീ കരയുന്ന മുറിക്കകത്തിറങ്ങി നിൽപ്പുണ്ട്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഐസിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ വൈദ്യശാസ്ത്രം പറഞ്ഞ് ഇനിയും മുകളിലോട്ട് ഉയർന്നു വരത്തില്ല. പാലിയേറ്റീവ് കെയറിന് വേണ്ടി വിധേയനാക്കപ്പെട്ടു. ഒരു സൈഡ് മുഴുവൻ പാരലൈസായി, ഒരു മനുഷ്യ ശരീരം മാത്രമായി, ഒരു മാംസപിണ്ഡമായി പാലിയേറ്റീവ് കെയറിലേക്ക് എന്റെ പിതാവിനെ മാറ്റി. ഒരു മനുഷ്യനും ആശ്രയില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയും നടക്കാനോ സംസാരിക്കാനോ മുൻപോട്ട് പോകാനോ ഒരു സാധ്യതയില്ല. പാലിയേറ്റീവ് കെയറിന് വിധേയപ്പെട്ടവനായി ആ മുറിക്കകത്ത് കിടക്കുമ്പോ ഒന്ന് എണ്ണിക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്ന എന്റെ പപ്പയുടെ മുഖത്ത് നോക്കി എന്റെ മമ്മി കരഞ്ഞു. ഒരുപാട് ദിവസങ്ങളുണ്ട്. ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ആമൻ വിലപിച്ച് ഒരുപാട് അവസരങ്ങളുണ്ട്. എന്നാൽ അവിടെയും യേശു കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളെ തേടി വന്നു കേട്ടോ. ഒരിക്കൽ ആ പാലിയേറ്റീവ് കെയർ വിസിറ്റ് ചെയ്ത ഒരു കർത്താവിന്റെ ദാസൻ, was not a big preacher or anything that you know, ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്ത് ട്രാക്ട് കൊടുക്കുന്ന ഒരു പാവപ്പെട്ട ഒരു കർത്താവിന്റെ ദാസൻ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സഞ്ചി ഉപദേശം. ഒരു സഞ്ചിക്കകത്ത് ഒരുപാട് ട്രാക്റ്റുകളൊക്കെ എടുത്തു വെച്ച് ഹോസ്പിറ്റൽ തോറും വിസിറ്റ് ചെയ്ത് ഓരോ വാർഡിലും ചെന്ന് ഓരോ പേഷ്യൻസിനും ട്രാക്ട് കൊടുത്ത് ആമൻ അവരുടെ തലവണയ്ക്കടിയിൽ ഈ ട്രാക്ട് വെച്ചിട്ട് തിരിച്ചു പോകുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർലോഭ കർത്താവിന്റെ സേവ ചെയ്യുന്ന ഒരു മനുഷ്യൻ. എല്ലാവർക്കും ട്രാക്ട് കൊടുത്തു വന്ന് എന്റെ പിതാവ് കിടക്കുന്ന മുറിക്കകത്തും വന്നു. എന്റെ പിതാവിന്റെ മുറിക്കകത്ത് വന്ന് ആമേൻ എന്റെ പിതാവിന്റെ തലവണയുടെ അടിയിൽ ആ ട്രാക്ട് വെച്ചു. എന്റെ മമ്മി പറഞ്ഞു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ആൾക്ക് വായിക്കാനൊന്നും കഴിയത്തില്ല, എന്റെ കയ്യിൽ തന്നാ മതി. തന്നെ നല്ല യൗവന പ്രായത്തിൽ ശരീരമൊന്നും അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന എന്റെ പിതാവിനെ കണ്ടപ്പോ ആ സുവിശേഷകന്റെ മനസ്സ് പടഞ്ഞു. ആ വാർഡിന്റെ വാതിക്കൽ എഴുതി വെച്ചായിരുന്നു, വിസിറ്റേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ്. ഒരു കാരണവശാലും ശബ്ദമൊന്നും കേൾപ്പിക്കരുത്. ശബ്ദം കേൾപ്പിച്ചാൽ ജെയിംസിന്റെ ഹാർട്ടിന് പിന്നെയും വേരിയേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഡോക്ടേഴ്സ് സ്ട്രിക്റ്റ്ലി ആ വാർഡിന്റെ അകത്തെ വിസിറ്റിംഗ് റെസ്ട്രിക്ട് ചെയ്തിരുന്നു. ഡോക്ടറിന്റെ ആ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കണം. മമ്മി പറഞ്ഞു അവിടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായ ശബ്ദം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഡോക്ടേഴ്സ് വഴക്ക് പറയും. ഒടുവിൽ ഡോക്ടേഴ്സിന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് ആ ദൈവദാസൻ ആ മുറിക്കകത്ത് പ്രാർത്ഥിക്കാനായി കടന്നു വന്നു. ആ നിലത്ത് എന്റെ പിതാവ് കിടക്കുന്ന കട്ടിലിന്റെ താഴെ ആ കർത്താവിന്റെ ദാസൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശുശ്രൂഷയുടെ അനോയിന്റിംഗ് പേറുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ദൂതാണ്. ആരുടെയെങ്കിലും ഭാരം നിന്റെ ഭാരമായി കരുതി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാതെ ആ വിഷയത്തിന് മറുപടി ഉണ്ടാകുമെന്ന് കരുതരുത്. മുന്നിൽ കിടക്കുന്ന രോഗി, മുന്നിൽ കിടക്കുന്ന വേദനയുള്ളവന്റെ ഭാരം ദൈവദാസനെ, ദൈവദാസിയെ നിന്റെ ഭാരമായിട്ട് നീ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹൃദയ നുറുക്കത്തോടെ ആ ദൈവദാസൻ കരയാൻ തുടങ്ങി. താഴെ ഇരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. തിരിച്ചു പോകുന്ന വഴി എന്റെ മമ്മിയോട് പറഞ്ഞു, ജെയിംസ് നടക്കും. ജെയിംസ് എഴുന്നേറ്റ് ഞാൻ വെച്ചിരിക്കുന്ന ട്രാക്ട് വായിക്കും.
നിസ്സഹായതയോടെ നോക്കിയിരിക്കാനേ എന്റെ മാതാവിന് കഴിഞ്ഞുള്ളൂ. ആ ദൈവദാസൻ റൂം വിട്ട് വെളിയിലോട്ടിറങ്ങി. വീണ്ടും താൻ നടന്ന് തന്റെ അടുത്ത ദൗത്യത്തിനായി താൻ നടന്നുപോയി. ആ സമയം എന്റെ പിതാവിനെ വിസിറ്റ് ചെയ്യാൻ വന്ന എന്റെ പിതാവിന്റെ സഹോദരി ആ ദൈവദാസനെ ഹോസ്പിറ്റലിന്റെ എക്സിറ്റ് കാണിച്ചു കൊടുക്കാൻ പുറത്തേക്ക് ഇറങ്ങി. അവര് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിന്റെ എക്സിറ്റ് കടന്നു കാണും. ആ സമയത്ത് ഇതുവരെ സംസാരിക്കാൻ കഴിയാതിരുന്ന എന്റെ പിതാവ് ഇൻസ്റ്റന്റ്ലി അകത്ത് കിടന്ന് വിളിച്ചു. എന്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് റെസ്റ്റ് റൂമിൽ പോണം. അമ്മ ആകെ സ്തംഭിച്ചു പോയി. പെട്ടെന്ന് ബെഡ് പാനും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ അകത്തേക്ക് പോയ എന്റെ അമ്മയോട് പറഞ്ഞില്ല, എനിക്ക് നടന്നു പോണം. ദൈവദാസനെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് എന്റെ പപ്പായുടെ പെങ്ങള് തിരിച്ചു വന്ന് വാർഡിന്റെ കതക് തുറക്കുമ്പോ കാണുന്നത് വൈദ്യശാസ്ത്രം നടക്കത്തില്ലെന്ന് പറഞ്ഞ ആമൻ ഒരു മാംസപിണ്ഡമായി മാറുമെന്ന് പറഞ്ഞ, ഇനിയും പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ, ഇനിയും ഉയർക്കത്തില്ലെന്ന് പറഞ്ഞ എന്റെ പിതാവിന്റെ അമ്മയുടെ തോളിൽ പിടിച്ച വാർഡിൽ നടക്കുന്ന കാഴ്ചയാ കണ്ടത്. എന്റെ കർത്താവ് കേവലം ഒരു കെട്ടുകഥയല്ല, അവന്റെ സൗഖ്യം കേവലം ഒരു കഥയല്ല. ഇന്നും ജീവിക്കുന്ന സർവവല്ലഭനായ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആദ്യം പറഞ്ഞത് 1 മണിക്കൂറത്തെ ആയുസ, പിന്നെ പറഞ്ഞ് 24 മണിക്കൂർ നോക്കട്ടെ, പിന്നെ പറഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആള് പോകും. 3 മാസം പറഞ്ഞു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. 1990കളിൽ ആമേൻ, 1997ൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, 99ലൊക്കെ ആമേൻ മാസങ്ങൾ ദിവസങ്ങൾ ആയുസ് പറഞ്ഞ എന്റെ പിതാവ് ആമേൻ ഈ കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കാൻ സർവശക്തൻ ആമേൻ മനസ്സിന് ആമേൻ ബലം നൽകിയെങ്കിൽ, ശരീരത്തിന് ബലം നൽകിയെങ്കിൽ, യോഹന്നാൻ പറഞ്ഞതുപോലെ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല, പക്ഷെ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. എന്നേക്കാൾ ഉന്നതനായവൻ അവൻ ഇന്ന് പകലിൽ ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. രോഗത്തിന്റെ അകത്തൂടാണോ കടന്നു പോകുന്നത്? വേദനയ്ക്കകത്തൂടെയാണോ കടന്നു പോകുന്നത്? നിരാശക്കകത്തൂടെയാണോ കടന്നു പോകുന്നത്? രാത്രിയിൽ ഒരുവൻ നിന്റെ കരം പിടിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. குறைவுகள் மாறுமே. நிறைவான ஆவியானவரே, வரும்போது குறைவுகள் மாறுமே. நீர் வந்தா சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நீர் வந்தா சூழ்நிலை மாறுமே. முடியாததும்
സാധ്യമാകുമേ. நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே, ஆவியானவரே. ஓ நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே, ஆவியானவரே. வனாந்திரம் வயல்வெளியாகுமே, பாழானது பயர் நிலமாகுமே. வனாந்திரம், ஓ வனாந்திரம் வயல்வெளியாகுமே, பாழானது பாழானது பயர் நிலமாகுமே. நீர் வந்தால், ஓ நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. இயேசுவே நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே, ஆவியானவர். ஓ நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே, நிறைவே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே, ஆவியானவரே. ஓ യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട്, ഓ യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോ യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥ ശരിയാതരേ. ഓ ശബബബവിവാരകളേ, ഓ യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോ യേശുവേ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, യേശുവേ. വാ ജീവനാഥനായി, ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ. വാ എൻ രക്ഷകനേ, എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം, എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. ഓ യേശു വന്നിട്ടുണ്ട് എന്റെ
അവസ്ഥയെ ഓ ഇന്നും ജീവിക്കുന്നോ. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഓ യേശു വന്നിട്ടുണ്ട്. എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട്. എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട്. എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന സർവവല്ലഭനായ ഒരു കർത്താവ്, ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ഒരു കർത്താവ്, ഉന്നതനായൊരു ദൈവം, ഉയർന്നവനായൊരു ദൈവം, ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമ്മളെ ഇന്ന് സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഉറപ്പാണ് മരണത്തിനപ്പുറം ഞാൻ നിന്റെ കരം പിടിക്കാമെന്നുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഉറപ്പ് തരാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു ഉറപ്പ് തരാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കഴിയത്തില്ല. അങ്ങനെ ഒരു ഉറപ്പ് തരാൻ ഈ ലോകത്തിൽ ആമേൻ ഒരു ആചാര്യന് കഴിയത്തില്ല, ഒരു നേതാവിന് കഴിയത്തില്ല. ആമേൻ. ഇന്ന് പകലിൽ ആ ഒരു ഉറപ്പ് തരാൻ കഴിയുന്നത്, ആമേൻ, ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്തുതിക്കുന്ന, നമ്മൾ പിന്തുടരുന്ന നമ്മുടെ സർവശക്തനായ സർവവല്ലഭനായ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. എത്ര സ്നേഹിച്ച ആളായാലും, എത്ര കരുതിയ ആളായാലും, ഒരിക്കൽ നമ്മളെ വിട്ടിട്ട് അവരെല്ലാം മാറിപ്പോകും. എത്ര വലിയ ബന്ധവും ഈ ലോകത്തിൽ മരണം വരെ കാണത്തുള്ളൂ. അതിന്റെ അപ്പുറം നമ്മുടെ കരം പിടിക്കാൻ ആർക്കും കഴിയത്തില്ല. മാതാവായാലും പിതാവായാലും സഹോദരനായാലും ബന്ധുവായാലും അവൻ ഉറ്റ ചങ്ങാതിയായാലും they will all leave us. എന്നാൽ ഇന്ന് പകലിൽ നമ്മുടെ കരം പിടിക്കാൻ സർവശക്തനായ ഒരു കർത്താവുണ്ട്. ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിൽ എന്റെ വൈഫിന്റെ തൊട്ടയൽപ്പക്കം കർത്താവിന്റെ ദാസൻ തോമസ് മാത്യു ഒരുപാട് പ്രതിസന്ധിക്കകത്തൂടെ കടന്നുപോയൊരു സമയം, ശരീരം മുഴുവൻ ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്ന ഒരു സമയം, കർത്താവിന്റെ ദാസൻ തോമസ് മാത്യുവിന്റെ തൂലികയിൽ നിന്ന് ഇങ്ങനെ എഴുതി: മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. പിന്നെയോ എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. കരങ്ങളെ കടിച്ച് ഒരുമിച്ച് ചേർന്ന് ആമേൻ. ഇന്ന് പകലിൽ കർത്താവിനെ വാഴ്ത്താൻ കഴിയുന്നവർ ഓ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല, വീഴുകയില്ല ഞാൻ, പ്രലോഭന മാനവധി വന്നിടിലും എൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ചെങ്കടലാർ തീരച്ചാലെതിരാ പിന്നിൽ വൻ വൈരി പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരാ പിന്നിൽ വൻ വൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായോ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല അനവധി വന്നിടിലും ഓ വീഴുകയില്ല, വീഴുകയില്ല ഞാൻ,
പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എത്തിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എത്തിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേലേ മഹത്വത്തിൽ എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേലേ മഹത്വത്തിൽ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല വീഴുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ തോട്ടിയിലെ വെള്ളം പറ്റിയാലും കക്കയൻ വരവ് നിന്നിടിലും തോട്ടിയിലെ വെള്ളം പറ്റിയാലും കക്കയൻ വരവ് നിന്നിടിലും സാറെ പത്തോരുക്കി ഇല്ലാതെ പോറ്റിയ എൻ പ്രിയനെയും പോറ്റിക്കൊള്ളും സാറെ പത്തോരുക്കി ഇല്ലാതെ പോറ്റിയ എൻ പ്രിയനെയും പോറ്റിക്കൊള്ളും പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല വീഴുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും ആമേൻ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ശരണേ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായി എന്റെ രോഗങ്ങൾ റംശേരിയാധരേ ഹല്ലേലൂയ ആമേൻ യേശുവിനെ പരിസരങ്ങളെ മറന്ന് ഇടങ്ങളെ മറഞ്ഞത് പകലിൽ ആമൻ ഇരിക്കുന്ന മുറിക്കകത്തിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നവർ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിച്ചാട്ട് മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിച്ചാട്ട് ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അനുഭവിക്കാൻ കഴിയുന്നവർ ഇന്ന് പുലർച്ചയിൽ അനുഭവിക്കാൻ കഴിയുന്നവർ നിങ്ങളുടെ കാറുകളിൽ സഞ്ചരിക്കുന്നവരായിരിക്കും ഇന്ന് പകലിൽ ഇന്ന് പകലിൽ ഭവനത്തിന്റെ അകത്തിരിക്കുന്നവർ ഹോസ്പിറ്റലിന്റെ ഉൾമുറിക്കകത്തിരിക്കുന്നവർ നിങ്ങളെ തേടിയ ദൈവ സാന്നിധ്യം വരുന്നു നിങ്ങളുടെ കരത്തിൽ പിടിക്കുന്ന നിങ്ങളുടെ തോളിൽ കൈവെക്കുന്ന തൊട്ട് സൗഖ്യമാക്കുന്ന സർവശക്തന്റെ സാന്നിധ്യം യോഹന്നാൻ വിളിച്ചു പറഞ്ഞതുപോലെ നിങ്ങളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ നിങ്ങളെ തേടി വരുന്നു റംശേരിയാധരെ അർത്ഥമനയശസിയാന അർക്കോരിയാധരാറിവാരകരെ അലോഷസിന്റെ ലേബ്രിയാധരാറിവാരകരെ യേശുവേ റംശാരകരെ അർത്ഥമനയശസിയാനെ ശേഖേരിയാധരാറിവാരകരെ
ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഹല്ലേലൂയ. അവൻ കലങ്ങിയാണോ, ഭാരത്തിലാണോ, നിരാശയിലാണോ, തകർച്ചയിലാണോ, രോഗത്തിലാണോ, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, നിന്റെ മേൽ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. 139 സങ്കീർത്തനം ദാവീദ് ഇങ്ങനെ കോറിയിട്ട്, പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കും. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ടാകാരമായിരിക്കുമ്പോൾ നിയമിക്കപ്പെട്ട നാളിന് മുൻപ് എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. അവന് നിന്നെ അറിയുന്ന ഒരു ദൈവമാ, അവൻ നിന്നെ കരുതുന്ന ഒരു ദൈവമാ, കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാ, വഴി നടത്തുന്ന ഒരു ദൈവമാ. ഒരു 4 വരി കർത്താവിന്റെ ദാസനെ മീച്ചറിയാൻ സാർ എഴുതിയ ഒരു 4 വരി മാത്രം പാടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ. അതിന്റെ അകത്ത് ഇന്ന് രാത്രിയിൽ ഹീലിംഗ് നടക്കും, അവൻ വിടുതലുകൾ നടക്കും, രോഗസൗഖ്യങ്ങൾ നടക്കും. ഓ ശരിയാതരേ. നാളെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കരുതേണ്ട. നാളെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്ന് കരുതേണ്ട. കാലമെല്ലാം ഉള്ളവാനുവേലൻ കരുതാതെ കൈവിടുമോ? ഓ കാലമെല്ലാം ഉള്ള മാനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനാ കരുണ വല്ലഭനില്ലയോ ജയവീരന. മനമേ ചഞ്ചലമെന്തിനാ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് ഞങ്ങളോട് അരുളി ചെയ്ത ഞങ്ങളുടെ നല്ല പിതാവേ, രാവിലെ സമയം, അർദ്ധരാത്രിയോടടുക്കുന്ന സമയം അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വീഴുന്നപ്പാ. ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങളുടെ ഉപനിധി ആരാണെന്ന്. ഞങ്ങൾ ഹൃദയത്തിന്റെ അകത്ത് ഉറച്ചറിയുന്നു, അവൻ അന്ത്യത്തോളം ഞങ്ങളെ കാക്കാൻ ശക്തനാണ്. അങ്ങയുടെ കരത്തിൽ ഞങ്ങൾ മുറുകെ പിടിക്കുന്നപ്പ ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. വിടുതലുകൾ ഇന്ന് പകലിൽ ഓരോ പ്ലാറ്റ്ഫോമിന്റെ അകത്തും വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. ഭവനത്തിന്റെ അകത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഇറങ്ങുന്നതിനാൽ സ്തോത്രം. ചിലതിന്റെ കരത്തിൽ അങ്ങ് പിടിക്കുന്നതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മാവേ, ആമേൻ. ചിലതിനെ ഇന്ന് പകലിൽ ആമേൻ പുതിയ നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് പണിതെടുക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ ഹിതം, അങ്ങയുടെ കരുണ, അങ്ങയുടെ കൃപ ഞങ്ങളോടൊപ്പം ഇന്ന് പകലിൽ ഇറങ്ങി നിൽക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ ആമേൻ ഫിസിക്കലായി ഒരുമിച്ച് ഗ്യാദർ ചെയ്തിട്ടില്ലെങ്കിലും ആമേൻ ഈ സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ. പുതിയ സാക്ഷ്യങ്ങൾ ഉയരുന്നതിനാൽ സ്തോത്രം. പുതിയ കെട്ടുപണികൾക്ക് അങ്ങ് തുടക്കം കുറിക്കുന്നതിനാൽ സ്തോത്രം.
പിന്നാലെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ കരത്തിൽ സമർപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിർത്തനെ ശക്തമായി ആമേൻ ഞങ്ങളുടെ മധ്യ അങ്ങ് ഉപയോഗിച്ചാൽ ഒരുമിച്ച് തന്ന നല്ല കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നപ്പ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ